ഇത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് കുറച്ച് ചെയ്യുന്നൊരു കൃഷി രീതിയാണ്. മണ്ണ് കുറവ് മതി. അതായത് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് പറയുമ്പം ഗ്രോ ബാഗ് സിസ്റ്റമാണ്. അതായത് ഒരു ഗ്രോ ബാഗിൽ ഇഞ്ചിനെ എങ്ങനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാം എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് ചകിരിച്ചോറ്, ചാണം, കമ്പോസ്റ്റ്, ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇഞ്ചി നട്ടിട്ടുള്ളത്. ആ ഇഞ്ചി നട്ടിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ കുറച്ച് ചെയ്തിരുന്നു. അത് നല്ല റിസൾട്ട് വന്നതിന് ശേഷമാണ് ഈ വർഷം കുറച്ച് കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ കൂടുതലായി ചെയ്ത നിലത്ത് വീഡ് മാറ്റ് വിരിച്ചിട്ട് ആ വീഡ് മാറ്റിലാണ് ഇത് നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ മണ്ണിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ മണ്ണിലുണ്ടാവുന്ന കേടുകൾ, മണ്ണിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, നമ്മളിപ്പോൾ വളങ്ങളിടുന്നു അല്ലെങ്കിൽ മരുന്നുകൾ ചെയ്യുന്നു, ഇതെല്ലാം മണ്ണിനെ കുറേ കൂടെ സേവ് ചെയ്യാനും മണ്ണിൻ്റെ കുറേ ഫലപുഷ്ടികൾ നിലനിർത്താനും പറ്റുന്ന ഒരു കൃഷി രീതിയാണിത്. ആർക്ക് വേണമെങ്കിലും നല്ല ബൾക്കായിട്ട് വേണമെങ്കിലും ചെയ്യാം. ഇത് 18 അടി ബെഡാണ്. ഒരു ഗ്രോ ബാഗിൽ മിനിമം ഒരു 1.5-2 കിലോയോളം ആവറേജ് വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു വളർച്ചയുള്ളത്. നമ്മൾ മണ്ണിൽ കൃഷി ചെയ്യുമ്പോൾ മണ്ണിൽ ഒരു ചോടിന് കേട് വന്നു, ആ ചോടിനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അതിനകത്ത് മരുന്നൊഴിക്കുന്നു, എന്നാലത് നിൽക്കില്ല, അടുത്ത സ്ഥലത്തേക്ക് സ്പ്രെഡ് ആവും. അപ്പോൾ ആ രീതികളെല്ലാം മാറ്റി ഇതിന് ഒരു ചോടിന് ഇത് കേട് വന്നു കഴിഞ്ഞാൽ ആ ചോടിനെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ആ പരിസരത്തേക്ക് പിന്നെ കേട് വരില്ല. മരുന്നുകൾ, നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ, കൃത്യമായ അളവിലുള്ള വളങ്ങൾ, ഏറ്റവും കുറവ് മണ്ണിലേത്തേക്കുമ്പോൾ നമ്മൾ ഒരുപാട് വളം ഇട്ടിട്ട് വളങ്ങൾ ആവശ്യമില്ലാത്ത രീതിയിലേക്ക് മണ്ണിനെ നശിപ്പിക്കുകയാണ്. ആ രീതിയെല്ലാം ഇതിനെ ഒഴിവാക്കാം. അങ്ങനെ എന്ത് ചെയ്യാമെന്നുള്ളൊരു ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് എനിക്ക് ഈ ഒരു രീതി ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. അത് ചെയ്ത് നോക്കി, കഴിഞ്ഞ വർഷം കുറച്ച് ചെയ്ത് നോക്കി, സക്സസ് ആയി. അതുകൊണ്ട് ഈ വർഷത്തിൽ കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊരു 10-15 വർഷങ്ങളോളമായിട്ട് കർണാടകയിലും പല സംസ്ഥാനങ്ങളിലും പോയി കൃഷി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ കർണാടകയിൽ വരുന്ന അധിക ചിലവ്, കൃഷിയുടെ ചിലവുകൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അവിടെ സ്ഥലം കിട്ടാത്ത പ്രശ്നങ്ങൾ, വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ പല സംവിധാനങ്ങൾ വന്നപ്പം ഒന്ന് മാറി ചിന്തിച്ച് ചെയ്തൊരു സംവിധാനമാണ്. ഇതാണെങ്കിൽ നമ്മൾക്ക് ഒരേ സ്ഥലത്ത് തന്നെ എത്ര വർഷം വേണമെങ്കിലും കൃഷി ചെയ്യാം. പ്രത്യേകിച്ച് നമ്മുടെ വയനാട് പോലെയുള്ള സ്ഥലങ്ങളിൽ ഇഞ്ചിക്ക് ഏറ്റവും കൂടുതൽ വയനാട് ഇഞ്ചികളുടെയൊക്കെ ഇഞ്ചി കൂടുതൽ കൃഷികൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ വയനാട്ടിൽ ഇപ്പോൾ ആളുകൾ കൃഷി ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേടുകൾ കൂടുതൽ വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു രീതി ചെയ്യുമ്പം ഈ വർഷം നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്ക് നമുക്ക് എന്താവും, ഈ കൃഷി കൂടുതൽ വിത്ത്, ഒരു കേടുമില്ലാത്ത 100% നല്ല വിത്താണ് കിട്ടുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരേ സ്ഥലത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരേ സ്ഥലത്ത് തന്നെ എത്ര വർഷം വേണമെങ്കിലും കൃഷി ചെയ്യാം. നമ്മൾ വീഡ് മാറ്റ് വിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡ് മാറ്റിൽ തന്നെ ലേശം മണ്ണും ചകിരിച്ചോറ്, ചാണകം, ഇത് നമ്മൾ കൊണ്ടുവന്നിട്ട് ഇവിടെ തന്നെ എത്ര വർഷം വേണമെങ്കിലും നമുക്ക് വീണ്ടും ചെയ്യാം. നമ്മുടെ മണ്ണിനെ നമുക്ക് നശിപ്പിക്കാതെ, മണ്ണ് നശിക്കില്ല. കാരണം മണ്ണിൽ നമുക്ക് വളമിട്ട് കൊടുക്കുമ്പം അല്ലെങ്കിൽ മരുന്നൊഴിക്കുമ്പോൾ നമ്മൾ മണ്ണ് നശിക്കണം. ഒരു 5 വർഷം മണ്ണിൽ നമ്മൾ കൃഷി ചെയ്യാതിരുന്നാൽ ആ മണ്ണ് വളരെ ഫലപുഷ്ടമായ മണ്ണായി മാറും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗുണങ്ങളുണ്ട്. പിന്നെ വീണ്ടും ഉള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇത് ചെയ്യണ്ട, നമുക്ക് സ്ഥലം പൂട്ടണ്ട, സ്ഥലം ഒരുക്കണ്ട, കല്ല് പെറുക്കണ്ട, അങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റുകളും ഇതിനകത്ത് വരാനുണ്ട്. പിന്നെ കള പറിക്കണ്ട, വീഡ് മാറ്റ് വിരിച്ച് കഴിയുമ്പോൾ കള വരില്ല. അപ്പോൾ നമുക്ക് ആകെയുള്ളൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് ഇത് കവർ നിറയ്ക്കുക എന്നുള്ളൊരു കവറിൻ്റെ എക്സ്പെൻസാണ് നമുക്ക് അഡീഷണൽ വരുന്നത്. ആ എക്സ്പെൻസ് നമുക്ക് വളത്തിലും കളപറിയിലും നമുക്ക് കൂടുതൽ മെയിൻറ്റെയിൻ ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും, ആ ബെനിഫിറ്റ് കിട്ടും. പിന്നെ രണ്ടാമത് ഇതിനകത്തുള്ളൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയത്, ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇതിനകത്ത് രണ്ടാമത് ഇഞ്ചി വലുതായി കഴിയുമ്പോൾ മണ്ണിട്ട് കൊടുക്കുക എന്നുള്ളൊരു പ്രശ്നം മാത്രമാണ് രണ്ടാമതൊരു വിഷയമുള്ളൂ. അത് സുഖമായിട്ട് കൊട്ട കൊണ്ടുപോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് മണ്ണും ഫില്ല് ചെയ്യാൻ പറ്റും. നമുക്കതിനകത്തൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. എനിക്ക് തോന്നുന്നു സാധാരണ നമ്മൾ മണ്ണിൽ കൃഷി ചെയ്യുന്നതിനേക്കാളും കുറച്ച് അഡ്വാൻസ് ആയിട്ട്, ഇപ്പോൾ വയനാട്ടിലൊക്കെ ആണെങ്കിലും കൃഷി രീതികൾ, നമ്മൾ കർണാടകയിൽ പോയി കൃഷി ചെയ്യുമ്പം അവിടെ 6 ലക്ഷം രൂപ 7 ലക്ഷം രൂപ ഒരു ഏക്കറിന് കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടെ വേണമെങ്കിലുള്ള വയലുകൾ അല്ലെങ്കിൽ തരിശായി കിടക്കുന്ന ഭൂമികളിൽ നമുക്ക് വെള്ളം, വയനാട്ടിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. ഇവിടെ വേണമെങ്കിൽ എത്ര ഏക്കർ വേണമെങ്കിലും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. ഈ ഇഞ്ചി നമ്മുടെ വയനാട്ടിലാണ്, അമ്പലവയലിൽ ആമീസ് ഗാർഡനിലാണ് ഈ കൃഷി ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ കൃഷി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക്, നിങ്ങളൊക്കെ കൃഷി കാണുന്ന ആൾക്കാരാണ്, കണ്ടാൽ അറിയാം.